ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നോട്ട, നിഷേധ വോട്ട് അഥവാ നോട്ട എന്ന് വെച്ചാൽ എന്താണ്, അറിയേണ്ടതെല്ലാം. അപ്പൊ നോട്ടയെ പറ്റി എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിന്റെ PDF നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളത് കൊടുക്കുന്നതാണ്. യൂട്യൂബ് ചാനൽ മൈ നോട്ട്ബുക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക, എന്നാലാണ് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുകയുള്ളൂ. ഓക്കെ, www.bibimohan.com വിസിറ്റ് ചെയ്യുക ഫോർ നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഗൈഡൻസ് എക്സെട്ര. ആൻഡ് എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ട്രിപ്ലി മെഡിസി എന്ന എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലാണ്, അത് വിസിറ്റ് ചെയ്യാം. അതിൻ്റെ നോട്ട്സ് ഒക്കെ നോട്ട്ബുക്ക് ഓഫ് എ പ്രൊഫസർ.blogspot.com ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നോട്ട? നോട്ട അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളിലും നോക്കിയിട്ട് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനായിട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള പ്രത്യേക സംവിധാനമാണ് ഈ നോട്ട അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത്. നോട്ട അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ്. ഇതിൽ ആരുമല്ല, ഇതിൽ ആരെയും ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനായി വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള പ്രത്യേക സംവിധാനമാണ് നോട്ട. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബട്ടൺ തന്നെ നമ്മുടെ വോട്ടിംഗ് മെഷീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായിട്ടായിരിക്കും ഈ നോട്ട എന്നുള്ള ആ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഈ നോട്ട നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്നാണ്. ആദ്യമായിട്ട് നോട്ട നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഏതാണ്? ഫ്രാൻസ് ആണ്. ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ബംഗ്ലാദേശ് ആണ് ആദ്യത്തെ ഏഷ്യൻ രാജ്യം. അപ്പോൾ ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ബംഗ്ലാദേശിലാണ്. നിലവിൽ വന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എന്നാണ് വന്നത്? 14ാമതായിട്ടാണ് ഇന്ത്യയിൽ വന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ 14ാമതാണ് വന്നത്. ഇനി 15ാമത് വന്ന രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ നോട്ട ഇന്ത്യ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ നോട്ട വന്നത് ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. ഇനി നോട്ട അല്ലെങ്കിൽ ഈ നിഷേധ വോട്ട് നിലവിൽ വരുന്നതിന് കാരണമായ ഒരു സംഘടനയുണ്ട്. ഏത് സംഘടനയാണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ഇത് ആരാണ് രൂപം നൽകിയത്? ഇത് രൂപം നൽകിയത് 1976 രൂപം നൽകിയത്. അത് ജയപ്രകാശ് നാരായണനാണ്. ഓക്കെ, ജയപ്രകാശ് നാരായണനാണ് ഇത് രൂപം നൽകിയത് 1976. ഇനി നോട്ടയുടെ ചിഹ്നം, ഈ നോട്ടയുടെ ചിഹ്നം ഇങ്ങനെയാണ് വരിക. അതായത് ഞാൻ പിക്ചർ ഇതിനകത്ത് ഇട്ടില്ല, പക്ഷേ ഇതൊരു ബാലറ്റ് പേപ്പർ പോലെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇങ്ങനെ ഈ ഒരു പിക്ചറാണ് വരുന്നത്. 1 സെക്കൻഡ്, ഞാൻ അത് വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ അതായത് നമുക്കറിയാം ഓരോ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ നേരെയായിട്ട് ആ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും അല്ലേ? ഒരു ചെറിയൊരു ബട്ടൺ ഇതിൻ്റെ നേരെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ പേരും അതുപോലെ ബട്ടണും ചേർന്ന ഒരു അതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഒരു വരച്ചുകൊണ്ടുള്ളതാണ് നോട്ടയുടെ ചിഹ്നം. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടയുടെ ചിഹ്നം വരുന്നത്. ഇനി ഈ നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഈ നോട്ടയുടെ ബട്ടന്റെ നിറം എന്ന് പറയുന്നത് തുടക്കത്തിൽ പിങ്ക് നിറമായിരുന്നു. പിന്നീട് പാർലമെന്റ് ഇലക്ഷൻ മുതൽ അതിന്റെ നിറം വെള്ളയാക്കി. ഓക്കെ, അപ്പോൾ ആദ്യം അതിന്റെ നിറം എന്തായിരുന്നു? പിങ്ക് നിറമായിരുന്നു. പാർലമെന്റ് ഇലക്ഷൻ മുതൽ അതിന്റെ നിറം വെള്ളയാക്കി മാറ്റി. പാർലമെന്റ് ഇലക്ഷൻ മുതൽ വെള്ള. ഓക്കെ, ഇനി നമുക്ക് പറയാം, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് എവിടെയാണ്? അത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറം മണ്ഡലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത്. അതുപോലെ ഇപ്പം അത് വന്നത് 2014 ഇലക്ഷൻ ആയിരുന്നു. ഇനി ഈ 16ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് പുതുച്ചേരിയിലാണ്. 16ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് പുതുച്ചേരിയിലാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് 2014 അത് മലപ്പുറത്താണ്. ഇനി ഏറ്റവും കുറവ് നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്.
ഇനി മറ്റൊരു കാര്യം, ഇന്ത്യയിൽ നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? ഇന്ത്യയിൽ നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ന്യൂഡൽഹിയിൽ. കാരണം ഈ ന്യൂഡൽഹിയിൽ ആ ഒരു തവണ ഇലക്ഷൻ നടന്നപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് എത്ര നിഷേധ വോട്ടുകൾ ഉണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഒരേ സമയത്താണ് ഇലക്ഷൻ നടക്കുന്നതല്ലോ, പക്ഷെ ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് നിഷേധ വോട്ടുകളെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ന്യൂഡൽഹിയിലാണ് പറയുന്നത്. ഇനി നോട്ടയുടെ ചിഹ്നം നമ്മൾ ആദ്യം പറഞ്ഞു, ആ ചിഹ്നം നിലവിൽ വന്നത് എന്നാണ്? ആ ഡേറ്റ് നോക്കാം. 2015 സെപ്റ്റംബർ 18-നാണ്. 2015 സെപ്റ്റംബർ 18-നാണ് നോട്ടയുടെ ചിഹ്നം നിലവിൽ വന്നത്. അതുപോലെ ഈ നോട്ട നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു. ആ സുപ്രീം കോടതി ഈ നോട്ട നിർബന്ധമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നായിരുന്നു? 2013 സെപ്റ്റംബർ 27-നാണ്. 2013-ലാണ് കേട്ടോ, 2013-ലാണ്. അതും കഴിഞ്ഞ് 2015-ലാണ് ചിഹ്നം നിലവിൽ വന്നത്. പക്ഷെ നോട്ട് നിർബന്ധമാക്കി പറഞ്ഞത് 2013 സെപ്റ്റംബർ 27-നാണ്. അതുപോലെ നോട്ട് ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയത് 2013 ഒക്ടോബർ 11-നാണ്. ബാലറ്റ് പേപ്പറിലും അത് ഉൾപ്പെടുത്തിയത് 2013 ഒക്ടോബർ 11-നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇലക്ഷൻ്റെ കാര്യത്തിൽ തന്നെയുള്ള ഒരു ടോപ്പിക് കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ഇലക്ഷന് കെട്ടിവെക്കേണ്ട തുക. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്? ഇപ്പോൾ രാഷ്ട്രപതിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ, നോമിനേറ്റഡ് ആവുകയാണെങ്കിൽ രാഷ്ട്രപതിയായിട്ട് മത്സരിക്കുന്നയാൾ കെട്ടിവെക്കേണ്ടത് 15,000 രൂപയാണ്. ഉപരാഷ്ട്രപതിക്കും സെയിം ആണ്, 15,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. ഇനി ഒരു രാജ്യസഭാംഗമാണെങ്കിൽ 25,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട രാജ്യസഭാംഗമാണെങ്കിൽ 12,500, പകുതി അടച്ചാൽ മതി. ലോകസഭാംഗമാണെങ്കിലും 25,000 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ 12,500 ഒരു MLAക്കാണെങ്കിൽ 10,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗക്കാരനാണെങ്കിൽ 5,000 രൂപയാണ് വേണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് നോട്ട എന്താണെന്ന് പഠിച്ചു, നോട്ടയെ പറ്റി ചോദിക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പം നോട്ട എന്താണെന്ന് പറഞ്ഞു, നമുക്കറിയാം. അതിൽ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. 14-മതാണ് ഇന്ത്യയിൽ വന്നത്. ഇന്ത്യക്ക് ശേഷം നേപ്പാളിലാണ് വന്നത്. ഇനി ഇത് വരുന്നതിന് കാരണമായ സംഘടന ഏതാണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. രൂപം നൽകിയത് ജയപ്രകാശ് നാരായണൻ. ഏതിന്? ഈ സംഘടനയ്ക്ക്. അത് 1976-ലാണ് ഫോം ചെയ്തത്. ഇനി നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ്. അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ നിറം പിങ്ക് ആയിരുന്നു, പിന്നീട് വെള്ളയാക്കി. ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് കേരളത്തിൽ രേഖപ്പെടുത്തിയത് മലപ്പുറത്താണ്. 2014 ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നോട്ട് നടപ്പിലാക്കിയത് ന്യൂഡൽഹിയിലാണ്. നോട്ടയുടെ ചിഹ്നം നിലവിൽ വന്നത് 2015 സെപ്റ്റംബർ 18-നാണ്. നോട്ട് നിർബന്ധമാക്കി സുപ്രീം കോടതി ഉത്തരവിട്ടത് 2013 സെപ്റ്റംബർ 27-നാണ്. ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയത് 2013 ഒക്ടോബർ 11-നാണ്. ഇലക്ഷന് കെട്ടിവെക്കേണ്ട തുകകൾ പറഞ്ഞു. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും 15,000, രാജ്യസഭാംഗത്തിനും ലോകസഭാംഗത്തിനും 25,000. അതിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 12,500, MLAക്കാണെങ്കിൽ 10,000, പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ 5,000. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ നോട്ടിഫിക്കേഷൻ എല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ഓർക്കുക. അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം എന്നെ അറിയിക്കുക. മൈ നോട്ട്ബുക്കിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അതുപോലെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് AAA എന്ന ചാനൽ വിസിറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ നോട്ട്സുകളൊക്കെ notebookofeprofessor.blogspot.com ലഭിക്കുന്നതാണ്. ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.